ഹലോ, നമസ്കാരം. ഇന്ന് ഞാനൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു മോഡലാണ്. ഇതാണ് നൈറ്റിയുടെ തുണി. ഇങ്ങനെ ഒരു മോഡലാണ് ഞാൻ നെക്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് തുണി വെച്ചിട്ട് തന്നെയാണ് നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ തുണിയുടെ മിക്സ് ആൻഡ് മാച്ചാണ്. ഈ തുണിയിലാണ് ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ തുണിയിൽ വെച്ച് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നിന്നിട്ട് പീസ് തികയാത്തതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ജോയിൻ ചെയ്തെടുത്തതിൽ ഇതിൽ ഈ പീസ് വെച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. എനിക്ക് ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു തുണിയിലാണ്, കട്ടിയുള്ള തുണി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ക്യാൻവാസാണ് വെച്ച് തയ്ക്കാനുള്ളത്. പക്ഷേ എനിക്ക് ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു തുണിയിലാണ്. ഞാനിപ്പോൾ ആ തുണി വെച്ചിട്ട് അതേ അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. രണ്ട് തുണിയും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടിക്ക് വേണ്ടിയിട്ട് അടിയിൽ വെള്ള തുണിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ കഴുത്ത് അതുപോലെ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നെക്കിൽ വെച്ച് നൈറ്റിയിൽ വെച്ച് തുണിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ തന്നെ പീസ് വെച്ചിട്ട് സൈഡിൽ പൈപ്പിംഗ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സെയിം തുണി വെച്ചിട്ട്, നൈറ്റി പീസിൻ്റെ തുണി വെച്ചിട്ട് സൈഡിലൂടെ അടിച്ച് പൈപ്പിംഗ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കൂടുതൽ സിബ് ഇല്ലാതെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. പക്ഷേ ഈ കസ്റ്റമറിന് സിബ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ സിബ് വയ്ക്കുകയാണ്. ഇത് അവർ പറഞ്ഞ മോഡലല്ല, അത് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇതുവരെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് സിബ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് സിബ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നെക്കിൽ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ചെയ്തെടുത്ത് അതിൽ പിൻ ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഇത് കഴുത്ത് അടിച്ച് എടുക്കണം. ഇത് നൈറ്റിൽ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം സിബ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലൂടെ അടിച്ച് കറക്കി ഈ രണ്ട് സൈഡും ഒരുപോലെ അടിച്ചെടുത്തിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് സിബ് വയ്ക്കും. ഇപ്പം ഞാൻ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സിബ് അറ്റാച്ച് ചെയ്യണം. സിബ് അറ്റാച്ച് ചെയ്ത് ഞാനിത് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് സിബ് വെച്ചതിന് ശേഷമാണ് കഴുത്ത് മുറിച്ച് മടക്കി അടിക്കുന്നത്. ഇതിപ്പോൾ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് സിബ് വയ്ക്കും. സിബ് വെച്ചതിന് ശേഷം കഴുത്തടിച്ച് മറിച്ച് ഫിനിഷ് ചെയ്യും. ഇതുപോലത്തേക്ക് ഇവിടുന്ന് കഴുത്ത് ഇപ്പം ഞാൻ സിബ് വെച്ച് ഫിനിഷ് ചെയ്ത് കഴുത്ത് അടിച്ച് മറിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ എനിക്ക് കുറച്ച് വീഡിയോ ഉണ്ടെന്ന് കട്ടായിട്ടുണ്ട്. സിബ് വെച്ചിട്ട് ഉള്ള വീഡിയോ അത് കട്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല വീഡിയോ കട്ടായത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വീഡിയോ കട്ടായെന്ന്. അതാണ് ഇടയ്ക്കുള്ള ഭാഗം പോയത്. അതിപ്പോൾ സിബ് വെച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ളതാണ്. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. കഴുത്തൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മിക്സ് ആൻഡ് മാച്ച്. ലാസ്റ്റ് ഫൈനലായി നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മൊത്തം നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നല്ല മിക്സ് ആൻഡ് മാച്ച് ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ സൈസാണ്, XL സൈസാണ്. XL സൈസിലെ നൈറ്റിയാണ്.